ഒരേ സ്വരത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പുരുഷനും അന്തസ്സുണ്ട്. ബാലചന്ദ്ര മേനോൻ മുൻകൂർ ജാമ്യം, തെലങ്കാനയിൽ ഭർത്താവിന് നീതി. അപ്പോൾ ഒരേ സ്വരത്തിൽ സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറയുന്നതാണ് പുരുഷനും അന്തസ്സുണ്ടെന്ന്. അപ്പം വ്യാജ സ്ത്രീ പീഡന കേസ് തള്ളി സുപ്രീം കോടതിയും പീഡനക്കേസിൽ നടൻ ബാലചന്ദ്ര മേനോൻ മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതിയും ഇന്നലെ നടത്തിയ സമാന നിരീക്ഷണം വളരെയധികം ശ്രദ്ധേയമായി. സ്ത്രീക്ക് മാത്രമല്ല പുരുഷനും അന്തസ്സും അഭിമാനമുണ്ടെന്നാണ് ഹൈക്കോടതി പറഞ്ഞത്. സ്ത്രീധന പീഡനക്കേസിനെതിരായ നിയമം ഭർത്താവിനും വീട്ടുകാർക്കും എതിരെ പ്രതികാരത്തിന് ദുരുപയോഗപ്പെടുത്താൻ അനുവദിക്കില്ലെന്നായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ്. അപ്പൊ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പീഡന കേസ് വരുന്നുണ്ട്. അത് കുറെയൊക്കെ സത്യമാണ്. പക്ഷെ എന്നാലും ഇപ്പം സുപ്രീം ഹൈക്കോടതിയും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നത് പുരുഷനും അന്തസ്സുണ്ടെന്നാണ്. അപ്പം ഇത്തരത്തില് സ്ത്രീ പീഡനം ഒക്കെ എന്ന് പറയാം, ഇപ്പം സ്ത്രീധനത്തിന്റെ പീഡനത്തെ ആ പരാതിയൊക്കെ പറയുന്നത് ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത് സ്ത്രീകൾ. ദുരുപയോഗം ചെയ്യുന്നുണ്ട്, ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കണ്ടെത്തൽ ഉണ്ടായതുകൊണ്ടാണ് സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഇങ്ങനെ പറയുന്നത്. അപ്പൊ ബാലചന്ദ്ര മേനോൻ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ച വ്യക്തിയാണെന്നും 2 ദേശീയ അവാർഡുകൾ നേടിയിട്ടുണ്ടെന്നും ജാമ്യം അനുവദിച്ച് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. ആലുവ സ്വദേശിയായ നടിയുടെ പരാതി 17 വർഷം വൈകി നൽകിയെന്നത് കണക്കിലെടുക്കേണ്ട വസ്തുതയാണെന്നും നിരീക്ഷിച്ചു. അപ്പം ആലുവ സ്വദേശിയായ നടിയുടെ പരാതി 17 വർഷത്തോളം വൈകിയാണ് നൽകിയത്. അപ്പൊ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അതുപോലെ തന്നെ അപ്പൊ കുറെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ് അവര് ഇപ്പൊ ഇങ്ങനെ ഒരു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നതിനെ തുടർന്ന് അവര് പരാതി നൽകിയത്. അപ്പൊ അതും ഇതുപോലെ 17 വർഷങ്ങൾ വൈകിയാണ് ഈ കേസ് നൽകിയത്. ക്രൂരത അനുഭവിക്കുന്ന സ്ത്രീകൾ പ്രതികരിക്കരുതെന്നോ പരാതി നൽകരുതെന്നോ അല്ല പറയുന്നതെന്നും സുപ്രീം കോടതി പറഞ്ഞു. സ്ത്രീധന പീഡനം തടയാൻ ഭരണകൂടത്തിന്റെ അടിയന്തര ഇടപെടലിനാണ് വ്യവസ്ഥ കൊണ്ടുവരുന്നതെന്ന് മനസ്സിലാക്കണം. അപ്പം നമ്മളിപ്പം ക്രൂരത അനുഭവിക്കുന്ന സ്ത്രീകൾ പരാതി നൽകരുതെന്നോ അല്ലെങ്കിൽ പ്രതികരിക്കരുതെന്നോ ഒന്നുമല്ല സുപ്രീം കോടതി പറയുന്നത്. പക്ഷേ അതിനകത്തൊരു സത്യം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പൊ ഒരു പ്രശ്നം വരാൻ നേരത്ത് സ്ത്രീകൾ മിണ്ടാതിരിക്കരുത്, അത് അന്നേരം തന്നെ അതിന് പ്രതികരിക്കണം. ഒരു പുരുഷനായിട്ട് ബന്ധം ഉണ്ടെങ്കിൽ തന്നെ അവരുമായിട്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞിട്ട് അവരുമായിട്ട് വഴക്കെന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അത് പീഡനം, അങ്ങനെ ഒരുപാട് കേസുകൾ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം. അപ്പൊ അവരുമായിട്ട് വഴക്കിടുമ്പോഴത്തേക്കിനും അത് പീഡനമായി അങ്ങനെ കേസ് ഒരിക്കലും ആരോപിക്കരുത്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനെ പറയുന്നത്. പിന്നെ മറ്റൊരാൾക്കൊപ്പം പോയിട്ട് കള്ളക്കേസ്. തെലങ്കാനയിലെ കേസിൽ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും പരസ്ത്രീ ബന്ധമുണ്ടെന്നും ഭാര്യയുടെ പരാതി. അപ്പോൾ തെലങ്കാനയിലെ കേസിൽ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടെന്നും പരസ്ത്രീ ബന്ധമുണ്ടെന്നുമാണ് ഭാര്യ പരാതി നൽകിയത്. ഇത് കളവാണെന്ന് ഭർത്താവിന്റെ വാദം അംഗീകരിച്ചു. ഒരു ദിവസം ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഭാര്യ ഇറങ്ങിപ്പോയി. മറ്റൊരാളുമായി ജീവിക്കുകയാണെന്ന് അറിഞ്ഞ് വിളിച്ചുകൊണ്ടുവന്നു. 10 ദിവസം തുടർച്ചയായി ഫോണിൽ സംസാരിച്ചു അടുപ്പത്തിലായ ആളുടെ അടുത്തേക്ക് പോയതാണെന്നും ആവർത്തിക്കില്ലെന്നും ഭാര്യ ഉറപ്പ് നൽകി. അപ്പം ഒരു ദിവസം ഒന്നും പറയാതെ ഭാര്യ വീട്ടിൽ നിന്ന് പോയി, എന്നിട്ട് മറ്റൊരാളുമായിട്ട് ജീവിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് അദ്ദേഹം വിളിച്ചുകൊണ്ട് വന്നു. 10 ദിവസം തുടർച്ചയായിട്ട് ഫോണിൽ സംസാരിച്ച ഒരാളുടെ കൂടെയാണ് പോയത്. അപ്പം പിന്നെ ഇനിയിപ്പം ഇത് അടുപ്പത്തിലാണെന്ന് പറഞ്ഞു, അത് കഴിഞ്ഞ് ഇനി ഇത് ആവർത്തിക്കത്തില്ലെന്നും ഉറപ്പ് നൽകിയിട്ടാണ് തിരിച്ചു വന്നത്. 10 ദിവസത്തെ ബന്ധത്തിന്റെ എന്തുമാത്രം മനസ്സിലാക്കുന്നുണ്ടാവും ഒരാളെ. അത് മാത്രമല്ല, ഇപ്പൊ നമ്മള് ഒന്നും അറിയാതെ ഇപ്പൊ പുരുഷന്മാർ പ്രണയിച്ച് നടക്കുന്നു 2 പേര്, അപ്പൊ അവർക്കിടയിൽ പ്രശ്നം വരുന്നു. ആ പ്രണയിച്ച് നടക്കുന്ന സമയത്ത് എല്ലാം ഷെയർ ചെയ്യുമായിരിക്കും. മനസ്സുകൊണ്ട് നമ്മളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് നമ്മൾ അങ്ങനെയായിരിക്കും ഇങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞിട്ടായിരിക്കും. പക്ഷെ അതിലെന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിയാൻ നേരത്ത് പീഡനവും മറ്റാരോപണം മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചെന്ന് പറയാൻ നേരത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ഇവിടുത്തെ നിയമം വെച്ച് പുരുഷനെതിരെ കേസെടുക്കും. സ്ത്രീക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്ന ഒരു നിയമമാണ് നമ്മുടേത്. അപ്പൊ സ്ത്രീകൾ അത് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു കാര്യത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇടപെട്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ഇതോടെ വിവാഹമോചനത്തിന് വക്കീൽ നോട്ടീസ് അയച്ചു. പിന്നാലെയാണ് സ്ത്രീപീഡന കേസെന്ന് ഭർത്താവ് ബോധിപ്പിച്ചു. ഈ വാദം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയാണ് സുപ്രീം കോടതി കേസ് റദ്ദാക്കിയത്. ഓക്കെ, അപ്പം കീഴ്ക്കോടതികൾ ജാഗ്രത പാലിക്കണം. സ്ത്രീധന പീഡനത്തിനെതിരായ നിയമത്തിന്റെ 498A വകുപ്പ് ദുരുപയോഗം വ്യാപകമാണെന്നും കീഴ്ക്കോടതികൾ ജാഗ്രത പാലിക്കണമെന്നും ജസ്റ്റിസുമാരായ BV നഗ്നർ N കോടീശ്വർ സിംഗ് എന്നിവരടങ്ങിയ സുപ്രീം കോടതിയിലെ ബെഞ്ച് നിർദ്ദേശിച്ചു. അപ്പോൾ സ്ത്രീധന പീഡനത്തിനെതിരായ നിയമത്തിന്റെ അതായത് 498A വകുപ്പ് ദുരുപയോഗം വ്യാപകമാണെന്ന് ഇവരടങ്ങുന്ന
സുപ്രീം കോടതി ബെഞ്ച് നിർദ്ദേശിച്ചു. വ്യക്തമായ തെളിവുകളില്ലാതെ ആരോപണങ്ങളുടെ പേരിൽ മാത്രം വകുപ്പ് ചുമത്തരുത്. അപ്പോൾ വ്യക്തമായ തെളിവുകളൊന്നുമില്ലാതെ സ്ത്രീകൾ നൽകുന്ന ആരോപണങ്ങളെ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരിക്കലും കുറ്റം ചുമത്തരുത്. തെറ്റ് ചെയ്യാത്ത കുടുംബാംഗങ്ങളെയും ദ്രോഹിക്കാൻ നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്യാത്ത കുടുംബങ്ങളെയും ദ്രോഹിക്കാനൊക്കെ ആയിട്ടും ഈ കാര്യം അതിനകത്ത് ഒരുപാട് പെട്ടുപോകുന്ന ആൺകുട്ടികളും പുരുഷന്മാര് പലരും പെട്ടുപോകുന്നവരുണ്ട്. സ്ത്രീകൾ ദുരുപയോഗം ചെയ്തിട്ട് കുറ്റം ചെയ്യാതെ പുരുഷന്മാരെ, കാരണം സ്ത്രീയുടെ വാക്കിനായിരിക്കും കൂടുതലും വില. അതെ, അവർക്കിപ്പോൾ ചിലപ്പോൾ സ്ത്രീക്ക് ഒരു പുരുഷനോട് എന്തെങ്കിലും ഒരു വിദ്വേഷം ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇത്തരത്തിലൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേസാകും. പിന്നെ അവരുടെ ചിലപ്പോൾ ഒരു സാധാരണക്കാരൻ ഒരു പുരുഷനായിരിക്കും, ഓരോ ദിവസവും ഉപജീവനം ഒരു വിധത്തിൽ കഴിഞ്ഞു കൂട്ടുന്ന പോകുന്ന ഒരു ആളായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഒരു കുടുംബം തന്നെ മുഴുവനായിട്ട് തകർക്കാൻ ഇത്തരത്തിലൊരു കാരണം മതിയാവും. അപ്പൊ അതിന് പാടില്ല എന്നുള്ള രീതിക്കാണ് ഇത് ദുരുപയോഗം ചെയ്യരുതെന്നാണ് സുപ്രീം കോടതി ഹൈക്കോടതിയും പറയുന്നത്. തെലങ്കാനയിലെ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ ഭാര്യ നൽകിയ കേസ് റദ്ദാക്കിയാണ് ഉത്തരവ്. അപ്പോൾ പക വീട്ടാനുള്ള ഉപകരണമാക്കി നിയമത്തെ മാറ്റുന്നു. അന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടാനും ചില സ്ത്രീകൾ വകുപ്പിനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അന്യായമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാനൊക്കെ ഇത്തരത്തിൽ ഈ വകുപ്പിനെ അവർ ഉപയോഗിക്കുന്നുണ്ട്. ആരോപണങ്ങൾ കോടതിയിൽ കൃത്യമായി പരിശോധിക്കണം, ഇല്ലെങ്കിൽ ഇത്തരം തന്ത്രങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതാകും. അപ്പോൾ ആരോപണങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കണം. അപ്പോൾ സ്ത്രീകൾ എന്ത് ആരോപണമാണ് ഉയർത്തി, ഇപ്പോൾ സ്ത്രീ പീഡനമാണെങ്കിൽ തന്നെ അത് കറക്റ്റായിട്ട് കണ്ടെത്തി അതിൽ സത്യം ഉണ്ടെന്ന് തെളിഞ്ഞാൽ മാത്രമേ കുറ്റം ചുമത്താവുള്ളൂ. അല്ലാതെ വെറും ആരോപണങ്ങളുടെ പേരിലും ഒരിക്കലും ഇങ്ങനെ പുരുഷന്മാർക്ക് നേരെ കുറ്റം ചുമത്തരുതെന്നാണ് സുപ്രീം കോടതി ഹൈക്കോടതിയും പറയുന്നത്. അപ്പോൾ കള്ളപ്പീഡന കേസ് ഇനി പറ്റത്തില്ല. അപ്പൊ ഇതെന്താണെങ്കിലും നല്ലൊരു കാര്യം. ഇത്രയും നാള് സ്ത്രീകൾ എന്ത് പറഞ്ഞാലും അതേപടി വിശ്വസിക്കുന്ന ഒരു, അതുപോലെ പക്ഷെ ഒരു കാര്യമുണ്ട്, ചില കേസിൽ സ്ത്രീകൾ വളരെ ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ട് അത്തരത്തിലുള്ള കേസിനൊന്നും ഒരു നീക്കുപോക്ക് പോകുന്നുമില്ലാത്തതുണ്ട്. ചിലതൊക്കെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് കേസ് തെളിയിച്ചതല്ലേ. ഇപ്പൊ സ്ത്രീകള് പുരുഷന്മാര് നല്ലത്, സ്ത്രീകള് നല്ലതെന്നൊന്നുമില്ല. ഇപ്പൊ ഓരോ കേസിനെ ബേസ് ചെയ്തിട്ടിരിക്കും അത്. ഇപ്പൊ ചിലതിനകത്ത് സ്ത്രീകളായിരിക്കും തെറ്റിക്കുന്നത്, ചിലതിനകത്ത് പുരുഷന്മാരായിരിക്കും. അപ്പൊ അങ്ങനെ നോക്കിയിട്ട് അതിനകത്തെ സത്യം എന്താണെന്ന് കണ്ടെത്തിയിട്ട് കുറ്റം ചുമത്തുക. ഇപ്പൊ സ്ത്രീ ഒരു പരാതി പറയുകയാണെങ്കിൽ തന്നെ അതിനകത്തെ സത്യം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതിനകത്ത് തെളിവുകൾ ഉണ്ടോ എന്ന് നോക്കിയിട്ട് പുരുഷന്റെ മേൽ കുറ്റം ചുമത്തുക. അതുപോലെ പുരുഷൻ പറയുന്നതാണ്, ഇപ്പൊ കൂടുതൽ സ്ത്രീകളാണ് പരാതി കൊടുക്കുക, സ്ത്രീ പീഡനം അങ്ങനെ. പക്ഷെ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ത്രീ പീഡനത്തിന്റെ കേസുകൾ വന്നിട്ടുണ്ട്. സ്ത്രീകൾ ആത്മഹത്യ ചെയ്ത സംഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസ് സ്ത്രീധനത്തിന്റെ പേരിൽ ചെയ്തവരുണ്ട്. അപ്പം ഒരുപാട് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ പുരുഷന്മാർക്കെതിരെ കേസ് കൂടുതലും എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ഇത് വരുമ്പോഴത്തേക്കിനും നമ്മൾ ഇനി ഒന്നും കൂടെ ആലോചിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, കഴിഞ്ഞിടയ്ക്ക് ഒരു കേസ് വന്നില്ലായിരുന്നോ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ മൊബൈൽ ചാർജർ കൊണ്ടൊക്കെ കഴുത്തിലൊക്കെ വലിച്ചു എന്നൊക്കെ പറഞ്ഞ് കുടുംബത്തിനോടൊപ്പം നിന്ന് പരാതിയൊക്കെ കൊടുത്തിട്ട് ലാസ്റ്റ് അത് മാറ്റി പറഞ്ഞു, ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക്. അപ്പം കുടുംബക്കാരും കൂടെ നിന്ന് വലിയൊരു ചർച്ചയായി, മാധ്യമങ്ങൾ അത് ഏറ്റെടുത്ത് വലിയൊരു വിവാദമൊക്കെ ആയി. പിന്നെ കേസും കാര്യങ്ങളും എല്ലാം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഒന്നും ചെയ്തിട്ടില്ല, ഞാനത് വേറൊരു രീതിക്ക് പറഞ്ഞതാണ്. അങ്ങനെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. എന്നുവെച്ചാൽ ഒന്നും വാസ്തവം എന്താണെന്നൊന്നും അറിയാതെ അതിൻ്റെ പിന്നാലെ പോവരുത്. ശരിക്കും അതാണ് ഇപ്പൊ കേസാണെങ്കിൽ പോലും ഇപ്പൊ പോലീസിന്റെ അടുത്ത് പരാതി നൽകുമ്പോൾ അതിനകത്ത് എത്രമാത്രം സത്യം ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ആ കേസ് അന്വേഷിക്കുക. അല്ലാതെ വെറുതെ ഒരു സ്ത്രീ ഒരു ആരോപണം ഉയർത്തുമ്പോഴത്തേക്കിനും തന്നെ ഇപ്പോൾ പുരുഷനെ പിടിച്ച് ജയിലിടുക, അറസ്റ്റ് ചെയ്യുക, അങ്ങനെയുള്ള നടപടികൾ എടുക്കാതിരിക്കാം. അപ്പൊ എന്താണ് സുപ്രീം കോടതി ഇതിപ്പം ഇന്നത്തെ കാലത്ത് ശരിക്കും വാല്യൂ ഉള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. കാര്യം ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, പ്രത്യേകിച്ചും യുവജനങ്ങൾക്കിടയിൽ. സ്ത്രീ പീഡനം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് പറയത്തുള്ളൂ. അതിപ്പോ തെറ്റാണ്. ഇപ്പൊ കള്ളപ്പീഡന കേസ് ആണെങ്കിൽ പോലും എല്ലാവരും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്താലും അത് ചിലപ്പോൾ പീഡനമായിട്ട് മാറുന്നൊരു വ്യക്തി വൈരാഗ്യം അങ്ങനെയൊക്കെ വെച്ചിട്ട് ഇപ്പൊ ഒരുപാട് ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നാണ് അവര് ഇപ്പൊ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ ഈ എന്താണേലും ഇത്തരത്തിലുള്ള അത്തരത്തിൽ ഒരു ആ ഒരു പ്രവണത മാറട്ടെ എന്നാണ് കാര്യം. ആ ഒരു രീതിക്ക് ഇനി പോവരുത് കാര്യങ്ങൾ എന്നാണ് ഇപ്പൊ സുപ്രീം കോടതി ആണെങ്കിലും ഹൈക്കോടതി. സ്ത്രീക്കും പുരുഷനും ഒരേപോലെ തുല്യത ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്ത്രീക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങൾ കൂടുതലും ദുരുപയോഗം ചെയ്യപ്പെടുകയാണ്. അതാണ് ഇപ്പൊ യാഥാർത്ഥ്യം. അപ്പൊ അത്തരത്തിൽ ആരും ദുരുപയോഗം ചെയ്യാതെ സത്യം കണ്ടെത്തിയിട്ട്
കുറ്റം ചുമത്തുക. വാസ്തവം എന്താണെന്ന് കൃത്യമായും വ്യക്തമായും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കണ്ടെത്തിയിട്ട് ആരോപണങ്ങളെ അടിസ്ഥാനപ്പെടുത്താതെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുക. അല്ലെങ്കിൽ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പുരുഷന്മാർ ഇതിനകത്ത് പെട്ടുപോകുന്നുണ്ടെന്ന് ഇപ്പം കുറേ നാളുകളായിട്ട് ഇങ്ങനെ സംഭവിക്കുന്നതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം വന്നേക്കുന്നത്. എല്ലാ കാലവും ഇങ്ങനെ സത്യമാകണമെന്നില്ല, ഇങ്ങനെ തെളിയിക്കണമെന്നില്ല, ചിലപ്പോൾ എല്ലാം വാസ്തവമാവണമെന്നുമില്ല. എന്നാ വർഷം വൈകി തന്നുകൊണ്ട് ആ ഒരു ബേസ് അപ്പൊ ആ 17 വർഷം എന്ത് ചെയ്തു അല്ലേ? അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം അദ്ദേഹം എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഭാര്യയാണ് അവിടെ തെറ്റ് ചെയ്തത്. അതെ, അത് ഒരു അന്യപുരുഷന്റെ കൂടെ പോയി. അപ്പം അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയും കൂടെ പരിഗണിക്കണം. മറ്റേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് ഇതുപോലെ തന്നെ 20 വർഷവും 22 വർഷവും മുമ്പത്തെ കാര്യങ്ങൾ പിന്നെ പൊക്കിക്കൊണ്ടുവന്നു. അപ്പം അങ്ങനെയൊക്കെ വരാൻ നേരത്ത് ഇതിനകത്ത് എത്രത്തോളം വാസ്തവം. എന്നാൽ പിന്നെ നമുക്കിങ്ങനെ ഒരു സംഭവം ഇപ്പോൾ പീഡനത്തിന് ഇരയായെങ്കിൽ അപ്പം തന്നെ അതിനൊരു പരാതിയും കാര്യങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ അതിനൊരു 20 വർഷവും ഒരു പ്രശ്നവും ഇല്ല, യാതൊരു പ്രശ്നവും ഇല്ലാതെ കുടുംബജീവിതം നയിച്ചിരുന്നവർ പെട്ടെന്ന് എന്തെങ്കിലും കേൾക്കുമ്പോഴേ കൊണ്ട് പരാതി കൊടുത്തിട്ട് പിന്നെ അതൊരു വിവാദമാക്കുന്നത് കൊണ്ട് എന്തർത്ഥമാണ് ഉള്ളതെന്നും അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇങ്ങനെ സ്ത്രീ പീഡന കേസിൽ പരാതി കൊടുക്കുമ്പോൾ തന്നെ അവർക്കൊരു തുക കിട്ടും, നഷ്ടപരിഹാരമായിട്ട് കിട്ടും, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത്തരത്തിലൊക്കെ ദുരുപയോഗം ചെയ്യുന്നതാണ്. ഇപ്പൊ കുടുംബമായിട്ട് ചേർന്ന് നിന്നായിരിക്കും സ്ത്രീകൾ ഇത്തരത്തില് ചിലപ്പോൾ ചിലരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തരത്തില് വിവാദങ്ങൾ ഉണ്ടാക്കുന്നവർ കള്ളത്തരം മറച്ചു വെക്കാനും എല്ലാത്തിനുമാണ് ഇങ്ങനെ ഇത്തരത്തിൽ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പൊ അത്തരത്തില് നടപടികളൊന്നും എടുക്കാതിരിക്കുക. അതെ, അത്തരത്തിലുള്ള ദുരുപയോഗങ്ങളെല്ലാം നിയമങ്ങൾ എന്ന് പറയുന്ന ആവശ്യത്തിന് നമുക്ക് നീതി നിയമത്തിന്റെ ശിക്ഷകളോ എന്തെങ്കിലും പറയുന്നുണ്ടോ ഇങ്ങനെ നിയമത്തിന്റെ ഇത് ഇങ്ങനത്തെ ഇത്തരത്തിൽ ചെയ്യുന്നതിന്റെ കാര്യം അവരുടെ ഇപ്പം കണ്ടതിന്. അപ്പൊ ഇനി തുടർ നടപടി എന്താണെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.